ഹലോ ഡിയേഴ്സ്, 7 മാർക്കിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ആസ്വാദനക്കുറിപ്പ്. കഥാഗത, വംശം, സ്മാരകം തുടങ്ങിയിട്ടുള്ള കവിത, കഥ ഇങ്ങനെയുള്ള പാഠഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് എന്താണ് ഒരു ആസ്വാദനക്കുറിപ്പ് ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക? ആദ്യം തന്നെ ആ പാഠഭാഗത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുക. ഏത് പാഠഭാഗമാണോ എഴുതാൻ തന്നിരിക്കുന്നത് ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, തലക്കെട്ടായിട്ട് കൊടുക്കുക. രണ്ടാമത് നമ്മൾ ആമുഖമാണ്. ഈ ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് പാഠഭാഗം എഴുതിയതാരാണ്, ഏതിൽ നിന്നാണ് എടുത്തത്, അതുപോലെ തന്നെ തലക്കെട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്, അതിന്റെ പ്രമേയം ചെറുതായിട്ടൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആമുഖ ഭാഗത്ത് വിശദീകരിക്കുക. ശേഷം വിശദീകരണമാണ്. ഈ വിശദീകരണ ഭാഗത്ത് പാഠഭാഗത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഭാഷ വളരെ ലളിതമാണോ, അതിലെ പ്രയോഗങ്ങൾ നമ്മൾ ഓരോ പാഠഭാഗവും ലൈവിൽ ഡിസ്കസ് ചെയ്ത സമയത്ത്, ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ആ ലൈവിൽ നമ്മൾ ഓരോ പാഠഭാഗവും ഡിസ്കസ് ചെയ്ത സമയത്ത് പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗങ്ങൾ എഴുതിക്കൊണ്ട് ഭാഷയെ വിശദീകരിക്കുക. അതുപോലെ തന്നെ വരികളൊക്കെ ആണെങ്കിൽ അതിലെ വരികളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിലെ പ്രാസം, ഉപമ, അതുപോലെ തന്നെ കാവ്യഭംഗി ഇതൊക്കെ വിശദീകരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫ് എഴുതേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കഥയൊക്കെ ആണെങ്കിൽ സന്ദർഭം, വ്യക്തികളെ കുറിച്ചാണ് വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കുന്ന സംഭാഷണങ്ങളും അതുപോലെ തന്നെ എന്താണ് സന്ദർഭങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടായിരിക്കണം സെക്കൻഡ് പാരഗ്രാഫ് വിശദീകരിക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് ഈ കഥ സമൂഹത്തിന് നൽകുന്ന, അല്ലെങ്കിൽ കവിതയാണെങ്കിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നതുകൂടെ ഉപസംഹരിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ആസ്വാദനം എന്ത് ചെയ്യേണ്ടത്, കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിക്ക് ആമുഖം കൊടുക്കണം, വിശദീകരണം കൊടുക്കണം, അതെന്താണ് കൺവേ ചെയ്യുന്നത്, അതിൻ്റെ ആശയം എന്താണ്, അതിലെ എല്ലാ അർത്ഥതലങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് വെച്ച് ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇതേപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് കാണാം. അതുവരെ ബൈ.